ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല യമനി മന്തിയാണ്. അത് വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റിയായ ഒരു മന്തിയാണിത്. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ചിക്കനിലേക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കാം നമുക്ക്. ഇതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലി അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അതൊക്കെ ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ചിക്കന് നമുക്ക് എത്ര ആവശ്യമുള്ള ചിക്കൻ എടുക്കുക. ചിക്കന് ചെറിയ പീസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. വലിയ പീസ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തത്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ചു വെച്ച മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ മസാലപ്പൊടിയൊക്കെ ചേർത്ത് അതിന് പിന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ ചിക്കനിൽ ആ മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ചോറുണ്ടാക്കാൻ വേണ്ടിയുള്ള റൈസ് ബസുമതി റൈസാണ് എടുത്തത്. അതിപ്പോൾ മന്തിൻ്റെ റൈസ് പലതും ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തത്. അതിലേക്ക് അത് കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്കതവിടെ മാറ്റി വെക്കാം. പിന്നെ അതിനു വേണ്ടി മസാല ആക്കാൻ വേണ്ടിയാണ് ഒരു സവാളയാണ് എടുത്തത്. അതുപോലെ ക്യാപ്സിക്കം ചെറുതാണെങ്കിൽ 1 തന്നെ എടുക്കുക. ഒരു 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഡ്രൈ ലെമണും അതാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പിലും കുറവായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തൊന്ന് മിക്സായി ആക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കതിലൂടെ ക്യാപ്സിക്കവും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ബേ ലീവ്സും, കറാമ്പ്, ഏലക്കായ്, ചെറിയ ജീരകം, പട്ട എല്ലാം ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇട്ട് നമുക്കൊന്ന് അതിലേക്ക് തന്നെ മിക്സാക്കി എടുക്കുക. അതൊക്കെ ഒന്ന് മിക്സായി വരുമ്പം തന്നെ നല്ലൊരു മണം ഉണ്ടാവും. ക്യാപ്സിക്കം ഒക്കെ അതിൽ നിന്ന് ആയതിൻ്റെ. പിന്നെ നമ്മൾ അരി എടുത്ത് വെച്ചിട്ടില്ല, അതൊന്ന് ഇതുപോലെ അരിപ്പയിലിട്ട് വെള്ളം ഒക്കെ കളഞ്ഞതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കാം. ആ ഉള്ളിയിലും ഓയിലൊക്കെ ഒന്ന് ഈ അരി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ തന്നെ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 2 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്ത്. പിന്നെ ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ ഇതാണ് നല്ലത്. നമുക്ക് സ്റ്റീം ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ ഹോൾസിലെ പാത്രമാണെങ്കിൽ ഇതുപോലെ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഈ പാത്രം ഇല്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ട് ഹോളാക്കിയിട്ട് അതിൻ്റെ മേലാണ് ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത്. എൻ്റെ പാത്രത്തിന് ഇപ്പോൾ കറക്റ്റ് അളവ് ഇത് ഇല്ലത് കൊണ്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തതാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ മേലെ ചിക്കനും വെച്ച് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കറക്റ്റ് ഒരു 1 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ചെറിയ തീയിൽ വെക്കണം. ചെറിയ തീയിൽ അതങ്ങനെ നമുക്കാക്കിയെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല സ്റ്റീമായിട്ട് തന്നെ ആ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചോറും നല്ല അടിപൊളിയിൽ അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല റൈസുമാണത്. പിന്നെ ചിക്കൻ അതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് നമുക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് അതും കൂടി ചെയ്യാം. അത് ചെയ്തൊരു 10 മിനിറ്റോളം അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്നാക്കിയെടുക്കുന്ന റൈസ് തന്നെയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഈ റൈസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കാരണം ഇത് എല്ലാ മസാലകളിലും
പിന്നെ ഈ ചിക്കൻ്റെ നമ്മളിപ്പോൾ ഹോൾസെയിലെ പാത്രത്തിൽ ചിക്കൻ്റെ ഇത് വെച്ചുകൊണ്ട് അതൊക്കെ അതിലിറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ചോറ്. അതുപോലെ ചിക്കൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആക്കുമ്പോൾ ഇത് വെന്ത് കിട്ടുമെന്ന്. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒരു പ്രാവശ്യം.